അഭിലാഷ് അവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. അഭിലാഷിന്റെ പരിപാടിയിലിരുന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കള്ളത്തരം ചെയ്തപ്പം കള്ളമാണെന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഈശ്വറിനെയാണോ ഈ ഉമ്മാക്കി കാണിക്കുന്നത്? താങ്കൾ അത് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം, ഒറ്റ കാര്യം, താങ്കള് ഒന്നല്ല രണ്ട് തവണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഞാൻ നടത്തിയ പരിപാടിയിൽ ഇതുപോലെ അപഹസിച്ചു. അന്ന് സുപ്രീം കോടതി അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് താങ്കളുടെ ഈ ഡിഫമേറ്ററി ആയിട്ടുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി അന്നത്തെ സുപ്രീം കോടതിക്ക് സമർപ്പിച്ചതാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഒരു മാന്യനും മഹാനും ആയതുകൊണ്ട് ഇമാതിരി ചീളുകൾ പറഞ്ഞതുകൊണ്ട് മഹാമനസ്കത കാണിച്ചതുകൊണ്ടാണ്. അതല്ലാതെ നിയമപരമായി ഏതെങ്കിലും പറഞ്ഞ കാര്യം ശരിയാണെന്നുകൊണ്ടല്ല. ഞാൻ ഇന്ന് ആ പരാമർശം ആവർത്തിക്കില്ല. അന്ന് സുപ്രീം കോടതി എന്റർടൈൻ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. താങ്കളുടെ ശ്രദ്ധിക്കണം, ഇന്ന് ഞാൻ അതിന് ആ റേഞ്ച് മറുപടി പറയില്ല. കാര്യം ഇന്ന് ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. എന്തായാലും അന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി മഹാമനസ്കത കാണിച്ചതുകൊണ്ടും ഈ പരാതി എന്റർടൈൻ ചെയ്യാതിരുന്നത് കൊണ്ടുമാണ് അതിൽ നടപടി ഉണ്ടാകാതെ പോയത്. ഒന്നാമത്തെ കാര്യം, താങ്കൾ അങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേരിൽ താങ്കൾ അങ്ങനെ പരാമർശം നടത്തിയതിന്റെ പേരിൽ താങ്കൾ വക്കാലത്ത് ഏൽപ്പിച്ച വക്കീൽ പോലും താങ്കളുടെ വക്കാലത്ത് ഒഴിഞ്ഞു പോയതാണ്. ഓർമ്മയുണ്ടാവല്ലോ. മറുപടി പറയട്ടെ സർ. അഭിലാഷേ, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടൊരു കള്ളത്തരം കാണിച്ചാലും ഞാൻ വിളിച്ചു പറയും. അത് അവസാനം വരെ പോരാടുകയും ചെയ്യും. സുപ്രീം കോടതിയുടെ 4-1 വെർഡിക്റ്റ് ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ട് മറിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ജനാധിപത്യത്തിന്റെ ശക്തി കൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരാണോ അറിയില്ല. നാട്ടിൽ നടന്ന അലമ്പിന്റെ പശ്ചാത്തലത്തിലാണ് ആ വിഷയത്തിൽ സുപ്രീം കോടതി വേറെ നിലപാട് സ്വീകരിച്ചത്. അഭിലാഷിന്റെ മറുപടി കേൾക്കണ്ടേ? ഈ പറയുന്ന മാന്യ വ്യക്തിക്കെതിരെ 71 എംപിമാർ ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്തതാണ്. രാഹുൽ ഈശ്വർ അല്ല. കോൺഗ്രസിന്റെയും ലെഫ്റ്റിന്റെയും അടക്കം മുസ്ലിം ലീഗിന്റെ അടക്കം 77 എംപിമാർ ഇംപീച്ച്മെന്റ് മൂവ് ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി പ്രസ് മീറ്റ് വിളിച്ച വ്യക്തിയെ കുറിച്ചാണ്. അതുകൊണ്ട് മാന്യന്റെ ഭാഗത്ത് നിന്നും കഥയൊന്നും പറയണ്ട, പോട്ടെ. അതുകൊണ്ട് എന്നെ ഉമ്മാക്കി കാണിക്കാൻ പേടിപ്പിക്കണ്ട. കാര്യം ട്രൂത്ത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ.